നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാധാരണ സ്വിംഗ് മെഷീനിൽ കട്ട് വർക്ക് എംബ്രോയ്ഡറിയുടെ ബേസിക്സ് ആണ് ചെയ്യുന്നത്. ഇന്ന് 3 ലെയർ കട്ട് വർക്കും മൾട്ടി ലെയർ കട്ട് വർക്കുമാണ് ചെയ്യുന്നത്. കട്ട് വർക്ക് എംബ്രോയ്ഡറിയിൽ 3 ലെയർ നെറ്റും മൾട്ടി ലെയർ നെറ്റുമാണ് ചെയ്യുന്നത്. കോളം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ത്രെഡ് സെയിം ത്രെഡ് തന്നെ ബോബിനിലും എടുത്തിട്ടുണ്ട്. കട്ട് വർക്ക് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഒരേ കളർ ത്രെഡ് തന്നെ നമ്മൾ ബോബിനിലും എടുത്തിരിക്കണം. മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എപ്പോഴും ബോബിനിലും സെയിം കളർ ത്രെഡ് തന്നെ എടുക്കുന്നതാണ് നല്ലത്, പ്രത്യേകമായിട്ടും കട്ട് വർക്ക് എംബ്രോയ്ഡറിയിൽ. ഇനി ആവശ്യമുള്ളത് അറ്റം വളഞ്ഞ നല്ല മൂർച്ചയുള്ള ഒരു കത്രികയാണ്, ചെറിയ കത്രിക. ഇങ്ങനെ അറ്റം വളഞ്ഞത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ല മൂർച്ചയുള്ളൊരു കത്രികയായിരുന്നാൽ മതി. അറ്റം വളഞ്ഞതാണെങ്കിൽ സൗകര്യമാണെന്നേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി മെഷീൻ സെറ്റിങ്സ് നോക്കാം. പ്രഷർ ഫൂട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. ഫീഡ് ഡോഗ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസം വരുത്തണം. നമുക്കിത് സെൻറ്ററിലോട്ട് വെക്കാം. നൂലിൻ്റെ ടെൻഷൻ കുറയ്ക്കുന്നതിന് ഈ സ്ക്രൂ കുറച്ച് ലൂസാക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫീഡ് ഡോഗ് കവർ ചെയ്യുന്ന നീഡിൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത്രയുമാണ് മെഷീൻ സെറ്റിങ്സ്. ഇനി തയ്ക്കാം. എംബ്രോയ്ഡറി ഹൂപ്പിൽ തുണി നന്നായിട്ട് ടൈറ്റായിട്ട് ഉറപ്പിച്ചിരിക്കണം, എന്നാൽ മാത്രമേ സ്റ്റിച്ച് പിടിക്കുകയുള്ളൂ. റണ്ണിങ് സ്റ്റിച്ചിൽ ബോർഡർ തയ്ക്കാം. കട്ട് വർക്ക് ബേസിക്സിൽ 1 ലെയർ കട്ട് വർക്കും 2 ലെയർ കട്ട് വർക്കും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. മുകളിൽ വരുന്ന പോപ്പപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് പിന്നീട് കാണാം. ഇനി ചെറിയ ഭാഗമായിട്ട് തുണി കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ കോണിൽ ഡയഗണലായിട്ട് ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് റണ്ണിങ് സ്റ്റിച്ചിൽ കണക്ട് ചെയ്ത് തയ്ക്കാം. ഇനി ആ തയ്ച്ച നൂലിൻ്റെ മുകളിലൂടെ സിക്സാക് സ്റ്റിച്ചിൽ കവർ ചെയ്ത് ഭംഗിയാക്കാം. ഈ നൂലിൻ്റെ സെൻറ്ററിൽ നിന്ന് എതിർവശത്തേക്ക് കണക്ട് ചെയ്ത് റണ്ണിങ് സ്റ്റിച്ചിൽ തയ്ക്കാം.
കട്ട് ചെയ്ത ബോർഡറിൻ്റെ വാക്കുകൾ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് കവർ ചെയ്ത് തയ്ച്ച് ഭംഗിയാക്കാം. അടുത്തത് മൾട്ടി ലെയർ കട്ട് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ട്രഡീഷണൽ കട്ട് വർക്ക് എംബ്രോയ്ഡറി എല്ലാ കാലത്തെയും വളരെ ട്രെൻഡി ആയിട്ടുള്ള എംബ്രോയ്ഡറിയാണ്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് സാരിയിലും ചുരിദാറിലും ഒക്കെ ഈ രീതിയിലുള്ള കട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. ഞാൻ ഈ 2 വീഡിയോയിലായിട്ട് സാധാരണ മെഷീനിൽ കട്ട് വർക്ക് എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ വിശദമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് തന്നെ കട്ട് വർക്ക് ചെയ്യുകയും ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ റിലേറ്റഡ് വീഡിയോസൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുകയാണെങ്കിൽ ആ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സംശയം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതുമാണ്.